ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശ്രീലത. ലോകാരോഗ്യ സംഘടന എംപോക്സിനെ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി മാർഗ്ഗനിർദ്ദേശം പുറപ്പെടുവിച്ച് ആരോഗ്യ മന്ത്രാലയം. രോഗവ്യാപനത്തിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ തന്നെ സമ്പർക്ക വിലക്ക് ഏർപ്പെടുത്തണം. യുഎഇയിൽ നിന്ന് വന്ന വ്യക്തിക്ക് കേരളത്തിൽ എംപോക്സ് സ്ഥിരീകരിച്ച സാഹചര്യം കൂടി കണക്കിലെടുത്താണ് മാർഗ്ഗനിർദ്ദേശം പുറപ്പെടുവിച്ചത്. അന്തർദേശീയ ടൂറിസം മേഖലയിലെ ഗുണപരമായ മാറ്റങ്ങൾ കേരളം ഉൾക്കൊള്ളണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊച്ചിയിൽ കേരള ട്രാവൽ മാർട്ട് 12ാമത് പതിപ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥാ വ്യതിയാനം രൂക്ഷമായ പശ്ചാത്തലത്തിൽ പ്രകൃതിയെയും മനുഷ്യനെയും വ്യവസായങ്ങളെയും നിക്ഷേപങ്ങളും സംയോജിപ്പിച്ചുള്ള പരിപാടികളാണ് ആവശ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ബ്ലാക്ക് സോൾജിയർ ഫ്ളൈ എന്നറിയപ്പെടുന്ന പട്ടാള പുഴുവിനെ ഉപയോഗിച്ചുള്ള ജൈവമാലിന്യ സംസ്കരണ യൂണിറ്റ് കൊച്ചിയിലെ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. സ്വച്ഛ ഭാരത് ക്യാമ്പയിന്റെ ഭാഗമായി പച്ചക്കറി, മത്സ്യ, ജൈവമാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനാണ് യൂണിറ്റ് സ്ഥാപിച്ചിരിക്കുന്നത്. വികസനത്തിന്റെ ഉപോൽപ്പന്നമായ മാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്ന നിലയ്ക്കാണ് സ്വച്ഛ ഭാരത് പദ്ധതിക്ക് തുടക്കമിട്ടതെന്ന് കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. കുടുംബശ്രീയുടെ കീഴിലുള്ള 3 ലക്ഷത്തോളം അയൽക്കൂട്ടങ്ങളെയും ഹരിത അയൽക്കൂട്ടങ്ങളാക്കി ഉയർത്താൻ ഒരുങ്ങി സംസ്ഥാനം. 2025 ഫെബ്രുവരി 15-ന് സമ്പൂർണ്ണ ഹരിത അയൽക്കൂട്ട പ്രഖ്യാപനത്തിനാണ് ലക്ഷ്യമിടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അയൽക്കൂട്ടങ്ങളുടെ സർവേ ഒക്ടോബർ 2-ന് ആരംഭിക്കും. വാർഡ് തലത്തിൽ തെരഞ്ഞെടുത്ത 40,000-ത്തോളം കുടുംബശ്രീ വോളണ്ടിയർമാരാണ് സർവേ നടത്തുന്നത്. തിരുവനന്തപുരം നഗരഹൃദയത്തിൽ വനോദ്യാനമൊരുക്കി വനം വകുപ്പ്. വകുപ്പ് ആസ്ഥാനത്ത് നിർമ്മിച്ച വൈണവി എന്ന പേരിലാണ് നഗരമധ്യത്തിൽ വനാന്തരീക്ഷം ഒരുക്കിയത്. പാറക്കെട്ടുകളും പുൽക്കുടിലും ചെറുവെള്ളച്ചാട്ടവും ആമ്പൽപ്പൊയ്കയും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. വനം വകുപ്പ് മേധാവി ഗംഗാ സിംഗ് വനോദ്യാനം ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് കുറഞ്ഞ വേതന നിരക്ക് വർദ്ധിപ്പിച്ചതായി പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. അടുത്ത മാസം 1 മുതൽ പുതിയ വേതന നിരക്ക് പ്രാബല്യത്തിൽ വരും. നൈപുണ്യ നിലവാരത്തെ അടിസ്ഥാനമാക്കിയാണ് മിനിമം വേതന നിരക്കുകൾ തരംതിരിച്ചിരിക്കുന്നത്. അവിദഗ്ധ ജോലി ചെയ്യുന്നവർക്ക് ദിവസം 783 രൂപ ലഭിക്കും. അർദ്ധവൈദഗ്ധ്യമുള്ള തൊഴിലുകൾക്ക് പ്രതിദിനം 868 രൂപയും വിദഗ്ധ തൊഴിലാളിക്ക് 954 രൂപയും ലഭിക്കും. ഉയർന്ന വൈദഗ്ധ്യമുള്ളവരുടെ വേതനം പ്രതിദിനം 1035 രൂപയുമാക്കി. 25ാമത് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു. മന്ത്രിമാരായ വി ശിവൻകുട്ടി, പി രാജീവ് എന്നിവർ സംയുക്തമായാണ് ലോഗോ പ്രകാശനം ചെയ്തത്. അടുത്ത മാസം 3, 4, 5 തീയതികളിൽ കണ്ണൂരിലാണ് സ്പെഷ്യൽ സ്കൂൾ കലോത്സവം അരങ്ങേറുന്നത്. ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ലെബനനിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ പൌരന്മാരോട് ബെയ്റൂട്ടിലെ ഇന്ത്യൻ എംബസി ആവശ്യപ്പെട്ടു. ലെബനനിലുള്ള ഇന്ത്യക്കാരും രാജ്യം വിടാൻ തയ്യാറെടുക്കുകയാണ്. ഏതെങ്കിലും കാരണത്താൽ ലെബനനിൽ തുടരുന്നവർ അതീവ ജാഗ്രത പാലിക്കാനും സഞ്ചാരം നിയന്ത്രിക്കാനും ഇന്ത്യൻ എംബസി നിർദ്ദേശിച്ചു. അന്താരാഷ്ട്ര ഇന്ത്യൻ ഫിലിം അക്കാദമി മേളയ്ക്ക് നാളെ അബുദാബിയിൽ തുടക്കമാകും. ദക്ഷിണേന്ത്യൻ സിനിമകളുടെ പുരസ്കാര ചടങ്ങോടെയാണ് 3 ദിവസത്തെ ആഘോഷത്തിന് തുടക്കമാകുന്നത്. ശനിയാഴ്ച നടക്കുന്ന IIFA പുരസ്കാരദാന ചടങ്ങിൽ ഹിന്ദി സിനിമയിലെ മികച്ച താരങ്ങളെ ആദരിക്കും. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി. മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ സംസ്ഥാന മന്ത്രിമാർ, ആലപ്പുഴ ജില്ലയിലെ MPമാർ, MLAമാർ തുടങ്ങിയവർ പങ്കെടുക്കും. 9 വിഭാഗങ്ങളിലായി 74 വള്ളങ്ങളാണ് ഇക്കുറി നെഹ്റു ട്രോഫിയിൽ മാറ്റുരയ്ക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ താൻ ഉന്നയിച്ച പരാതികളിൽ മുഖ്യമന്ത്രി കാര്യമായ അന്വേഷണം നടത്തിയില്ലെന്ന് നിലമ്പൂർ MLA PV അൻവർ. പോലീസ് സ്വർണ്ണം പിടിച്ച കേസുകളിൽ സിറ്റിംഗ് ജഡ്ജിയെ നിയോഗിച്ച് പുനരന്വേഷണം നടത്തണമെന്നും അൻവർ ആവശ്യപ്പെട്ടു. മലപ്പുറത്ത് വാർത്താസമ്മേളനം നടത്തുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ സ്ഥിര അധ്യാപകർക്കൊപ്പം അതിഥി അധ്യാപകർക്കും എല്ലാ മാസവും ശമ്പളം നൽകുന്നതിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളുടെ കരട് രൂപരേഖ തയ്യാറായതായി മന്ത്രി ആർ ബിന്ദു. സർക്കാർ എയ്ഡഡ് കോളേജുകളിൽ ജോലി ചെയ്യുന്നവർക്ക് സമയബന്ധിതമായി ശമ്പളം നൽകുന്നതുമായി ബന്ധപ്പെട്ട യോഗത്തിലാണ് രൂപരേഖ തയ്യാറാക്കിയത്. ഇത് സംബന്ധിച്ച് ഒക്ടോബറിൽ അദാലത്ത് നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാൻ സംസ്ഥാനത്ത് 10,000 യോഗ ക്ലബ്ബുകൾ ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആലപ്പുഴ ജില്ലയിലെ കരുമാടി ആയുർവേദ ആശുപത്രിയോടനുബന്ധിച്ച് നിർമ്മിക്കുന്ന കെട്ടിട സമുച്ചയത്തിന്റെ തറക്കല്ലിടൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കേന്ദ്ര ആയുഷ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആയുർവേദ ആശുപത്രികളിൽ മെച്ചപ്പെട്ട സൌകര്യങ്ങൾ ഉറപ്പുവരുത്തുമെന്നും മന്ത്രി പറഞ്ഞു. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 666 പോയിന്റ് ഉയർന്ന് 85,836-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 212 പോയിന്റ് നേട്ടത്തിൽ 26,216-ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.